എന്നും ഇരുട്ട് മാത്രമാവണമെന്നില്ല. നേരം പുലരുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും ചെയ്യും. കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നമ്മൾ കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. സർ, പാലക്കാട് കുഴമന്നം GHSലെ 7ാം ക്ലാസ്സുകാരി സ്നേഹ എഴുതിയ കവിതയോടെ 2021-22 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം ഞാൻ ആരംഭിച്ചു. സ്നേഹയുടെ സ്വപ്നമായിരുന്നു വാടക കെട്ടിടത്തിൽ ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്കൂളിന്റെ മോചനം. പുതിയ കെട്ടിടം നിർമ്മിക്കാമെന്ന മന്ത്രി വാക്ക് നൽകി. 7 കോടി രൂപ അനുവദിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സ്നേഹ ഹൈസ്കൂളും കഴിഞ്ഞ +2-ലെത്തി. മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായില്ല. സ്നേഹയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കുഴൽമന്നം ഹൈസ്കൂളിന് പുതിയ കെട്ടിടമായി. സ്നേഹയ്ക്ക് സന്തോഷം. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നു. കാരണം അന്ന് ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല ഇത്തരത്തിലൊരു സ്കൂള് സത്യമാവും എന്നൊക്കെ. ഒരുപാട് സന്തോഷം. കുഴൽമന്നം ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ലെങ്കിലും ഇനി വരുന്നവർക്ക് മികച്ച സൗകര്യം കിട്ടിയത് സ്നേഹയുടെ മനസ്സ് നിറയ്ക്കുന്നു. മന്ത്രി വാക്ക് പാലിച്ചതിലും സന്തോഷം. എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ എന്റെ ബാക്കിലുള്ള ഇനിയുള്ള കൂട്ടുകാർക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം. പുതിയ കെട്ടിടത്തിനായി സ്ഥലം സൗജന്യമായി നൽകിയത് പെരുങ്കുന്നം സ്വദേശി രുക്മിണി അമ്മയും മക്കളുമാണ്. എല്ലാവരോടും നാട് നന്ദി പറയുകയാണ്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.